RSSനെ കുറിച്ച് പഠിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ രംഗത്തെത്തുകയാണ്. ഡൽഹി വിദ്യാഭ്യാസ വകുപ്പിനെതിരെ പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഇതിനകം SFI അറിയിക്കുന്നു. സർക്കാർ നീക്കം പരിഷ്കൃത സമൂഹത്തോടുള്ള വെല്ലുവിളിയാണെന്ന് യൂത്ത് കോൺഗ്രസും ആരോപിച്ചു. RSSന്റെ ഉത്ഭവം, ചരിത്രം, തത്വചിന്ത, സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ സംഭാവന എന്നിവ സ്കൂളുകളിൽ പഠിപ്പിക്കുകയാണ് ഡൽഹി സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി രാഷ്ട്രനീതി എന്ന പേരിൽ പുതിയ പാഠ്യപദ്ധതി നടപ്പാക്കുമെന്ന് ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി ആശിഷ് സൂദ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സർക്കാർ നീക്കം ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നും ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും SFI. ബ്രിട്ടീഷ് ഗവൺമെന്റിനോ പാദസേവ ചെയ്ത ഒരു വിഭാഗമാണ് RSS. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് നിരവധി തവണ മാപ്പപേക്ഷ എഴുതിയ വ്യക്തിയാണ് സവർക്കർ. ഇങ്ങനെയുള്ള RSSകാരെയും സംഘപരിവാറുകാരെയും നമ്മുടെ പാഠപുസ്തകത്തിനകത്തേക്ക് കുത്തി നിറച്ച് RSSനെ മഹത്വവൽക്കരിക്കാൻ, പുതിയ ചരിത്രം RSSന്റെ പേരിൽ എഴുതി ചേർക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അങ്ങേയറ്റം പ്രതിഷേധമായ ഒന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചവരാണ് RSS നേതാക്കളെന്ന യൂത്ത് കോൺഗ്രസ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരിക്കലും പങ്കെടുക്കാത്ത, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച RSS നേതാക്കന്മാരെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഒരു വൃത്തികെട്ട നയമാണ് ഇവിടെ BJP സർക്കാർ നടത്തുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവരുമായും RSSുമായി ബന്ധപ്പെട്ട പ്രമുഖ നേതാക്കളുടെ സംഭാവനകളും പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്താനാണ് നീക്കം. ഇതിനായി SCERT അധ്യാപക മാനുവലുകൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്നും പരിശീലന സെക്ഷനുകൾ നടക്കുന്നുണ്ട് എന്നുമാണ് റിപ്പോർട്ട്. മീഡിയ 1, ഡൽഹി.